നമസ്കാരം. മലയാളി വാർത്തയുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് വാർത്തകളിലേക്ക് കടക്കുകയാണ്. ഏവർക്കും സ്വാഗതം. മഴ മുന്നറിയിപ്പ്. വരുന്ന 3 മണിക്കൂറിൽ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശൂർ, കാസർഗോഡ് ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ നേരിയ ഇടത്തരം മഴയ്ക്കും മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിന് സാധ്യതയുണ്ട്. മറ്റു ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ നേരിയ മഴയ്ക്കും സാധ്യതയുണ്ട്. ഇന്ന് മഴ മുന്നറിയിപ്പൊന്നും നിലവിൽ നൽകിയിട്ടില്ല. നാളെയും മറ്റന്നാളും മഞ്ഞ അലേർട്ട് ഉണ്ട്. ഏതൊക്കെ ജില്ലകളാണെന്ന് നോക്കാം. നാളെ പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, മലപ്പുറം ജില്ലകളിൽ മഞ്ഞ അലേർട്ടാണ്. മറ്റന്നാൾ 1-ാം തീയതി കോട്ടയം, എറണാകുളം, ഇടുക്കി, മലപ്പുറം, വയനാട് ജില്ലകളിൽ മഞ്ഞ അലർട്ടാണ്. 2-ാം തീയതിയും തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം ജില്ലകളിൽ മഞ്ഞ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത്. 24 മണിക്കൂറിൽ 64.5 മില്ലിമീറ്റർ മുതൽ 115.5 മില്ലിമീറ്റർ വരെ മഴ കിട്ടുന്ന സാഹചര്യത്തെയാണ് ശക്തമായ മഴ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. നേരത്തെ കഴിഞ്ഞ മണിക്കൂറുകളിൽ കോഴിക്കോട് ജില്ലയിൽ പച്ച അലർട്ടായിരുന്നു, അതായത് നേരിയ ഇടത്തരം മഴയ്ക്ക് സാധ്യതയായിരുന്നു. അത് മഞ്ഞ അലർട്ടായിട്ടത് ശക്തമായ മഴയായിട്ട് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് ഉയർത്തിയിരുന്നു. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് ചില ജില്ലകളൊക്കെ പ്രവചിക്കപ്പെട്ടിരിക്കുന്നത്. വളരെ ജാഗ്രത പാലിക്കേണ്ടിയിരിക്കുന്നു. ഇനി വരുന്ന ദിവസങ്ങളൊക്കെ കാലവർഷത്തിന്റെ മഴയുടെ മുഖ്യ ദിനങ്ങളാണ്. അടുത്ത 2-3 ദിവസങ്ങൾക്കുള്ളിൽ തെക്ക് പടിഞ്ഞാറൻ അറബിക്കടലിന്റെ, തെക്ക് കിഴക്കൻ അറബിക്കടലിന്റെ കൂടുതൽ ഭാഗങ്ങൾ, ലക്ഷദ്വീപ് പ്രദേശം, തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടൽ, മധ്യ കിഴക്കൻ ബംഗാൾ ഉൾക്കടൽ, മധ്യ പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടൽ, തെക്ക് കിഴക്കൻ ബംഗാൾ ഉൾക്കടലിന്റെ അവശേഷിക്കുന്ന ഭാഗങ്ങൾ, വടക്ക് കിഴക്കൻ ബംഗാൾ ഉൾക്കടലിന്റെ ചില ഭാഗങ്ങൾ എന്നിവിടങ്ങളിലേക്ക് തെക്ക് പടിഞ്ഞാറൻ കാലവർഷം മുന്നേറുന്നതിന് അനുകൂലമായ സാഹചര്യങ്ങൾ നിലനിൽക്കുകയാണ്. തെക്ക് കിഴക്കൻ അറബിക്കടലിന് സമീപ പ്രദേശങ്ങൾക്ക് മുകളിലായി രൂപപ്പെട്ട ചക്രവാത ചുഴി നിലനിൽക്കുന്നുണ്ട്. തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ കടലിനും അതിനോട് ചേർന്നുള്ള തമിഴ്നാട് തീരത്തിന് മുകളിലായി ചക്രവാത ചുഴി നിലനിൽക്കുന്നുണ്ട്. മധ്യകിഴക്കൻ, തെക്ക് കിഴക്കൻ ബംഗാൾ ഉൾക്കടലിന് മുകളിലായി ചക്രവാത ചുഴി നിലനിൽക്കുന്നു. ഈ ചക്രവാത ചുഴി നിലനിൽക്കുന്നതിനാൽ 31 ജൂൺ 1, 2 തീയതികളിൽ കേരളത്തിലും മാഹിയിലും ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. ജൂൺ 2 വരെ കേരളം, മാഹി, ലക്ഷദ്വീപ് എന്നിവിടങ്ങളിൽ ഇടിമിന്നലോടും കൂടിയതും ശക്തമായ കാറ്റോട് കൂടിയത്, അതായത് മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വേഗതയിലുള്ള ശക്തമായ കാറ്റിനും കൂടിയ വ്യാപകമായ നേരിയതോ മിതമായതോ ആയ മഴയ്ക്കും സാധ്യതയുണ്ട്. ഇന്ന് മുതൽ 2-ാം തീയതി വരെ ഗൾഫ് ഓഫ് മാന്നാർ, അതിനോട് ചേർന്ന കന്യാകുമാരി പ്രദേശം, തമിഴ്നാട് തീരം, ശ്രീലങ്കൻ തീരം, തെക്കൻ ബംഗാൾ ഉൾക്കടൽ, അതിനോട് ചേർന്ന മധ്യ ബംഗാൾ ഉൾക്കടൽ, തെക്കൻ ആൻഡമാൻ കടൽ, അതിനോട് ചേർന്ന വടക്കൻ ആൻഡമാൻ കടൽ എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ മണിക്കൂറിൽ 60 കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട്. ഏറ്റവും പുതിയ റഡാർ ചിത്രപ്രകാരം കേരളത്തിൽ കോഴിക്കോട് ജില്ലയിൽ ഇടത്തരം ശക്തമായ മഴയ്ക്കും മണിക്കൂറിൽ 50 കിലോമീറ്റർ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. പ്രതീക്ഷിക്കാവുന്ന ആഘാതങ്ങൾ: പ്രധാന റോഡുകളിൽ വെള്ളക്കെട്ടുണ്ടാകും, വാഹനങ്ങളിൽ കാഴ്ചമങ്ങൽ എന്നിവയ്ക്ക് സാധ്യതയുണ്ട്, ഗതാഗത കുരുക്കുണ്ടാകാനുള്ള സാധ്യതയുണ്ട്, താഴ്ന്ന പ്രദേശങ്ങളിൽ, തീരദേശങ്ങളിൽ, നദീതീരങ്ങളിൽ വെള്ളക്കെട്ട്, വെള്ളപ്പൊക്കം എന്നിവയ്ക്ക് സാധ്യതയുണ്ട്, മരങ്ങൾ കടപുഴകി വീഴാൻ സാധ്യതയുണ്ട്. അങ്ങനെ കടപുഴകി വീണാൽ വൈദ്യുതി തടസ്സം, അപകടം എന്നിവയിലേക്ക് നയിച്ചേക്കാം. ജാഗ്രത വേണം. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.